ഞാൻ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ ബാംഗ്ലൂരിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. അപ്പം പുള്ളി ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്ക് പുള്ളി ബ്രദറിന് HMTന്ന് ഒരു ക്വാർട്ടർ കിട്ടി. അങ്ങോട്ട് ഞാനന്നേരം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പോളിറ്റിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പച്ചൻ ഡൽഹിക്ക് പോയി. അപ്പം അങ്ങനെ പോളിറ്റിക്സ് കഴിഞ്ഞ് ഈ പോളിറ്റിക്ക് പാസ്സായി കഴിഞ്ഞിട്ട് ജോലിക്ക് തിരക്കിക്കൊണ്ടിരുന്നപ്പം 2-3 കൂട്ടുകാർ ചേർന്ന് ഒരു കമ്പനി തുടങ്ങാം എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ. അത് ബാങ്കുകാർ ലോൺ തരും, കാരണം അൺഎംപ്ലോയിഡ് എൻജിനീയേഴ്സാണെന്നും പറഞ്ഞ്. അങ്ങനെ ലോൺ പക്ഷേ 1000 രൂപ അന്ന് ഡൗൺ പേയ്മെൻ്റായിട്ട് ഉണ്ടാക്കണം, ഈ 4 പേര്. അങ്ങനെയായിരുന്നു ഈ കമ്പനി തുടങ്ങിയത്. അപ്പോൾ 1000 രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഉടനെ ഞാനത് അപ്പച്ചന് പറഞ്ഞു, അപ്പച്ച എങ്ങനെയാലും ഈ 1000 രൂപ ശരിയാക്കണം. അതെ, അങ്ങനെ ഇരുന്ന് അങ്ങനെ കമ്പനി തുടങ്ങാനായിട്ട് ഈ രൂപ ചോദിച്ചു. പുള്ളി പറഞ്ഞു തരാം, എവിടുന്നേലും പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നോ എവിടുന്നേലും എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ രൂപ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുള്ളി ഡൽഹിയിൽ ചെന്നിട്ട് ഒരു കമ്പനിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് ഓർഡറിനകത്ത് ഞാനൊരു സർവീസ് എഞ്ചിനീയറായിട്ട് എന്നെ അവർ ഹയർ ചെയ്തു. അപ്പം എനിക്കതിനെതിരെ ഉണ്ടായിരുന്നെങ്കിലും ബാംഗ്ലൂർ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ ഡൽഹി ചൂടാണെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. എന്നാലും ഞാൻ കുറേ പേരെ അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പം അപ്പം പറയുന്ന പോലെ പോകുന്നതായിരിക്കും നല്ലത് നിൻ്റെ ഭാവിക്ക് എന്നുള്ള രീതിയിലാണ് എന്നെ അങ്ങനെ ആ കമ്പനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി. പക്ഷേ ഈ കമ്പനിക്കാർ പറഞ്ഞു, നീ ഇവിടുന്ന് പോയാലും നീ ഇതിൻ്റെ വീതം ഞങ്ങൾക്ക് തന്നിട്ട് നീ കണ്ടിന്യൂ ദ പാർട്ട്ണർഷിപ്പ് ആൻഡ് വിത്തൗട്ട് യുവർ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ ഡൽഹി പോയി. അങ്ങനെ ഡൽഹി ചെന്ന് 4-5 കൊല്ലം അവിടെ ജോലി ചെയ്തു. അപ്പോഴത്തേക്ക് അപ്പച്ചൻ 1972 പുള്ളി റിട്ടയർ ചെയ്ത് നാട്ടിലോട്ട് പോയി. ഞാൻ അന്നേരം അവിടെ കണ്ടിന്യൂ ചെയ്തു 1-2 കൊല്ലം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കല്യാണ ആലോചന എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് എങ്ങനെയാലും അമേരിക്കയ്ക്ക് പോകണമെന്നുള്ള ഒരു മനസ്സാക്ഷി വന്നു. അങ്ങനെ എന്നെ ഒരു നേഴ്സിനെ ദൈവം തന്നു. അങ്ങനെ 1975 ഞങ്ങളുടെ കല്യാണം നടത്തി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു അളിയൻ അമേരിക്കയിലുണ്ടായിരുന്ന അളിയൻ എന്നോട് പറഞ്ഞു, നീ നേഴ്സിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അയച്ചു തരേണ്ടിയ പേപ്പേഴ്സ് നിനക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ആ അളിയനെ എഴുതി, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ നേഴ്സിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, പ്ലീസ് സെൻഡ് മീ വാട്ട് എവർ പേപ്പേഴ്സ്. അങ്ങനെ ഈ കെപ്റ്റ് ഹിസ് വേർഡ് ആൻഡ് ഹീ സെൻഡ് ദാറ്റ് നെസസറി പേപ്പേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ. അങ്ങനെയാണ് എൻ്റെ ഭാര്യ ആദ്യം ഇവിടെ വന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു ടിക്കറ്റ് മേടിക്കാനുള്ള പൈസ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നു. ദൈവം അനുഭവിച്ച് 8 മാസം കഴിഞ്ഞ് ഞാനും ഇവിടെ വന്നു. ഇപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്തിനകത്ത് വിത്തിൻ 7 മൈൽസിലാണ് ഈ 49 കൊല്ലമായിട്ട് ഞാൻ അമേരിക്കയിലുണ്ടായിട്ട് ഈ ഏരിയ വിട്ടിട്ട് പോയിട്ടില്ല. ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ അടുത്ത് തന്നെ ജോലി കിട്ടി. അങ്ങനെ 2 പിള്ളേരുണ്ട്. അവർ 2 പേരും ദേ ആർ ഡൂയിങ് ദെയർ, അവർ കല്യാണം കഴിച്ച് ദേ ആർ സെറ്റിൽഡ് വിത്തിൻ 50 miles ഓഫ് ദിസ് പ്ലേസ്. സോ വി ആർ ഹാപ്പി ആൻഡ് എൻജോയിങ്. ആൻഡ് ഒത്തിരി നാളോടുകൂടി കുര്യാക്കോസ് അച്ഛനെ എന്നെ വിളിച്ചപ്പോൾ I was really ഞാൻ അന്നേരം എൻ്റെ ഭാര്യയോട് പറയുകയും ചെയ്തു, ഈ അച്ഛൻ ഞങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഈ ഉണ്ടല്ലോ. ബിക്കോസ് ഈവൻ ദോ വി മെറ്റ് സോ മെനി ഇയേഴ്സ് അഗോ ഹി കീപ്സ് in his we are still in his prayers or somewhere because he called me unexpectedly. അത് വളരെ സന്തോഷത്തോടെ ഞങ്ങളത് സ്വീകരിച്ചു. ഞങ്ങൾ ഈ 2-3 ദിവസമായിട്ട് വി ആർ റിയലി എൻജോയിങ് വാട്ട് എവർ വി ആർ. സാറിൻ്റെ കല്യാണം ഡൽഹി വെച്ച് നടന്നു, അതോ നാട്ടിൽ വെച്ചാണോ? നാട്ടിൽ വെച്ചാണ്. അന്നേരം ആൻറ്റി മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. അതിന് അന്ന് ആ കല്യാണത്തിന് പുള്ളി ചെമ്മാച്ചനായിരുന്നു. സോ ഈസ് ഇൻ ദ പിക്ചർ. ബാബാ തിരുമേനിയെ ആയിരുന്നു കല്യാണം നടത്തിയത്. അന്നേരം പുള്ളിയും ആ കല്യാണത്തിനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇപ്പം ഇങ്ങനെ പുള്ളി ആ കാര്യം മറന്നു പോയെന്ന് പറഞ്ഞു. ഞാൻ വന്ന തേണ്ട ഫോട്ടോ ഇന്നലെ കൊണ്ട് കാണിച്ചു. പുതുപ്പള്ളി മണർകാട് ഈ പയ്യപ്പാടി എന്ന് പറഞ്ഞു മണർകാടിന്റെ പുതുപ്പള്ളിയുടെ ഇടയ്ക്കാണ്. പക്ഷേ ഞാൻ നാട്ടിൽ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല.
കാരണം അപ്പച്ചൻ എയർഫോഴ്സിലായിരുന്നപ്പം ഓരോരോ സ്ഥലത്ത് പുള്ളി പക്ഷേ ഈ മേക്ക് ഷുവർ ദാറ്റ് ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിൽ പുള്ളി എന്നെ അഡ്മിറ്റ് ചെയ്തു. സോ ഐ ഹാഡ് എ ഗുഡ് grasp of English. So when I reached here, I didn't have any. That difficulty. You studied other than Bangalore? Oh yeah, Allahabad, Secunderabad. Oh, yeah. സാർ അമേരിക്ക വന്നിട്ട് ചെയ്ത ആദ്യ ജോലി എന്തൊക്കെയായിരുന്നു? അങ്ങനെ പറയാൻ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാനൊരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം ആദ്യം ഒരു ചെറിയ ജോലി ഇവിടുന്ന് ഒരു 35 മൈൽ ദൂരെയായിരുന്നു. അങ്ങനെ ഹൈവേ ഡ്രൈവിങ് അതോടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഞാനിങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഇതുണ്ടെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ജോലിക്കാർ ഒരു റെഫ്രിജറേഷൻ അറിയാവുന്ന ഒരു ആളിനെ വേണമെന്ന് പറഞ്ഞു. അന്നേരം ഇവർ പറഞ്ഞു, there is a guy here who has an electrical background, but he does not have refrigeration. Oh, send him here. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂവിന് പോയി. വിൽ ലെറ്റ് യു നോ. അന്നേരം ഈ ഗ്രീൻ കാർഡ് എന്നതാണെന്നൊന്നും എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ എന്നോട് അവർക്കറിയാൻ മേല വാട്ട് ഈസ് ഗ്രീൻ കാർഡ് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ദിസ് ഇസ് ഓത്തറൈസേഷൻ ടു വർക്ക് ആൻഡ് എവറിത്തിങ്, ദർ ഇസ് നോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് അങ്ങോട്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് പോലെയല്ലേ നമ്മുടെ ഗ്രീൻ കാർഡ്, അത് അതിൻ്റെ കോപ്പി എടുത്ത് വിളിച്ചിട്ട് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു കമ്പനി വിളിച്ചു. അങ്ങനെ ഈ 2 കമ്പനിയും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ കമ്പനിക്കാർ എൻ്റെ വീട്ടിൽ നിന്ന് 8 മൈൽ ദൂരെയും മറ്റേ കമ്പനി 12 മൈലും, 2 പേരും ജോലി പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു 8 മൈലല്ലേ അടുത്തല്ലേ, അങ്ങോട്ടങ്ങ് പോയി. അങ്ങനെ ആ ജോലി ചേർന്ന് 38 കൊല്ലം ആ കമ്പനിയിലായിരുന്നു. ആൻഡ് ഞാൻ അവിടുത്തെ ആ കമ്പനിയിലെ ഫോർമാനായിരുന്നു. ആദ്യം അവിടെ ചെന്നപ്പം അപ്രൻറ്റീസ് പോലെയായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പം പുള്ളി എന്നെ സൂപ്പർവൈസറാക്കി. അന്നേരത്തേക്ക് എൻ്റെ കൂടെ ജോലി ചെയ്ത് 1-2 പേര് ഐ ആം നോട്ട് ഗോയിങ് ടു വർക്ക് അണ്ടർ എൻ ഇന്ത്യൻ കേട്ടോ എന്നും പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. ബട്ട് the company said he is going to be the boss whether you people don't like it or not. അങ്ങനെ ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയതോടെ അതിന് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അതോറിറ്റീസ് എന്നോട് പറഞ്ഞു, ഇഫ് എവരിബഡി ലീവ്സ് ദ കമ്പനി വി ഡോണ്ട് കെയർ ബട്ട് വി വാണ്ട് യു ഹിയർ. അങ്ങനെ ആ ഒരു ഇത് തന്നപ്പോഴത്തേക്ക് ഐ ഓൾസോ വാസ് സാറ്റിസ്ഫൈഡ്. സോ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 38 കൊല്ലം പിള്ളേരെ 2 പേരെ പഠിപ്പിക്കാനുള്ളതും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ദൈവം. ഓക്കെ, ഹലോ തങ്കമ്മ സാറാമ്മ എന്ന ഒഫീഷ്യൽ. അവിടെ നിന്നിരുന്നു 1 മിനിറ്റ് റാന്നിയിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞു. ലൈറ്റ് കൂടുതലുണ്ടോ? എൻ്റെ പേര് തങ്കമ്മ എന്നാണ്. ഞാൻ റാന്നിയിലാണ് ജനിച്ച് വളർന്നതും പഠിച്ചതുമൊക്കെ. അത് കഴിഞ്ഞ് നേഴ്സിങ് ഡൽഹിയിൽ മിലിറ്ററി നേഴ്സിങ്ങിൽ അവിടെയാണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഉത്തർപ്രദേശ് ബറലിക്ക് ട്രാൻസ്ഫറായി. അവിടെ 2 വർഷം ചെയ്തപ്പോഴാണ് പിന്നെ കല്യാണം കഴിക്കാനായിട്ട് 75 നാട്ടിൽ പോയി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഡൽഹി വന്ന് അവിടെ ഒരു പ്രൈവറ്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 മാസം ജോലി ചെയ്തായിരുന്നു. ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പം വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുമായിരുന്നു. വിസ കിട്ടി. അവിടുന്ന് റിസൈൻ ചെയ്ത് പിന്നെ അമേരിക്കയ്ക്ക് പോന്നു 76. റാന്നിയിലെ കാര്യങ്ങൾ പറഞ്ഞാൽ വീട്ടുപേര് എങ്ങനെയായിരുന്നു? പേരൻസ് ആരൊക്കെ? ഞങ്ങളുടെ വീട്ടുപേര് ഈട്ടിക്കാലായിലെന്നായിരുന്നു. റാന്നിയിലെ ചത്തോങ്കരിക്കും മണ്ണവരുതിക്കും ഇടയ്ക്കായിട്ട് അവിടെ മാടത്തുംപടി എന്ന് പറയും ആ സ്ഥലത്തിൻ്റെ. ഏത് സ്കൂളിലൊക്കെ പഠിച്ചു? അവിടെ റാന്നി SC ഹൈസ്കൂളിൽ 10 വരെ. 10. അത് കഴിഞ്ഞ് പിന്നെ റാന്നി പിന്നെ കോളേജ് സെൻറ്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചായിരുന്നു. 2 വർഷം അവിടെ പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞിട്ടായിരുന്നു നഴ്സിങ്ങിന് പോയത്. സ്കൂളിൽ പഠിച്ച സമയത്ത് ആർട്സോ സ്പോർട്സോ അങ്ങനെയൊന്നും ഈ ബാംഗ്ലൂരിലെ സാറിനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? മലയാളി അല്ലാന്നൊക്കെ അങ്ങനെ വല്ല തോന്നലുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല.
ഈ അച്ഛനുമായിട്ടുള്ള ബന്ധവും പരിചയവും ഒന്ന് പറഞ്ഞാൽ. അച്ഛൻ ഇവരുടെ അച്ഛൻ്റെ അമ്മ പിന്നെ ചീരങ്കുളം കുടുംബത്തിലെ ആണെന്നാ പറഞ്ഞത്. അല്ല, ചീരങ്കുളം കള്ളക്കടമ്പ് കള്ളക്കടമ്പ്. ആ കുടുംബത്തിൽ Yeah. അങ്ങനെ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. കാണാം, വീണ്ടും കാണാം. Yeah, okay, thank you. ഓക്കെ, താങ്ക് യു.